ഈ ശബരിമല പത്തനംതിട്ടയിലായതുകൊണ്ടാണ് അവിടെ അയ്യപ്പന്റെ പൊന്നു കാക്കാൻ ഇത്രയും കാത്തിരുന്നത്. അത് ഈ സമീപ പ്രദേശത്തൊക്കെ ആണെങ്കിൽ കോർപ്പറേഷൻ ഭരിച്ചവർ എന്നെ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ നേതാക്കന്മാരെല്ലാവരും നിങ്ങളോട് പറഞ്ഞതിൻ്റെ ആകെത്തുക, പ്രിയപ്പെട്ട വിനുചേട്ടൻ VM വിനു, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രസംഗം കൂടെ കേൾക്കുമ്പോഴാണ് എത്രത്തോളമാണ് അദ്ദേഹത്തെ നമുക്കൊരു നഷ്ടബോധം ഒന്നും കൂടെ കൂടുക. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണത്തിന്റെ വിഷൻ എന്തായിരിക്കണം എന്നുള്ളത് 4 വാചകങ്ങൾ കൊണ്ട് കൃത്യമായി പറഞ്ഞു അദ്ദേഹം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, അദ്ദേഹം കോഴിക്കോടിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞത് കടലിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കുന്ന കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവരുടെ ശബ്ദമാവാൻ, അവരുടെ നാവാവാൻ, അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് കരുത്താവാൻ ആരെയാണ് ഉറ്റുനോക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് ഈ സ്റ്റേജിന് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പോരാളികൾ, UDFന്റെ സാരഥികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഭരിക്കുന്നവർ നന്നാവാൻ വേണ്ടിയല്ല UDF ഒരു വോട്ട് ചോദിക്കുന്നത്, ജനങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇത്രയും കാലം കോർപ്പറേഷൻ ഭരിച്ചവർക്ക് വലിയ വളർച്ചയാണ്, അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ വളർച്ചയാണ്. അത് ചെയർമാൻ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിൽ ഇതിനെ നയിച്ചവർക്ക് ക്രമാതീതമായ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ജനങ്ങൾക്ക് വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരാണ് ഈ സംഗമത്തിലിരിക്കുന്നവർ, ഇതിന് നേതൃത്വം നൽകുന്നവർ. അതുകൊണ്ട് തന്നെ ഭരണം എന്തിനു വേണ്ടിയാണ് മാറണം എന്ന് പറയുന്നത് ഇനി ഞങ്ങളൊന്ന് നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയല്ല, ഭരണം കിട്ടിയാൽ അതുകൊണ്ട് ജനങ്ങളൊന്ന് നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഭരണസാരഥ്യം ഐക്യജനാധിപത്യ മുന്നണിയെ ഏൽപ്പിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല, ഗവൺമെന്റിന് പങ്കില്ല എന്നൊക്കെ ശബരിമലയിലെ തട്ടിപ്പ് നടന്നപ്പോൾ നമ്മളോട് പ്രസംഗിച്ചവരാണ്, ക്ലാസ് എടുത്തവരാണ് CPIയും അതിന്റെ നേതാക്കന്മാരും ഭരണ നേതൃത്വവും. ഇപ്പൊ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന ആള് DYFIയുടെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇപ്പൊ ജയിലിലടക്കപ്പെട്ടിരിക്കുന്ന ആള് 26-ാമത്തെ വയസ്സിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇപ്പോ തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് 36-ാമത്തെ വയസ്സിൽ കോന്നിയുടെ MLA ആണ്. ഇപ്പൊ തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് ആ പാർട്ടിയുടെ ജില്ലാ സമിതിയിലെ ഏറ്റവും ഉന്നത ബോഡിയായ സെക്രട്ടേറിയറ്റിലെ നിലവിലെ അംഗമാണ്. ഇപ്പൊ തുറങ്കിൽ അടക്കപ്പെട്ട ആള് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം, AKG സെന്ററിൽ നിന്നെടുത്ത തീരുമാനം സർക്കാരിന് അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വെച്ച ഒരാള് എന്ന് വെച്ചാൽ ഇത് CPMഉം ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയൂ? ഒരു കാരണവശാലും കഴിയില്ല. ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾ